ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ കൊച്ചിയിൽ പരാജയമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവകാശപ്പെടുന്നു. 100ഓളം കടകൾ കൊച്ചിയിൽ രാവിലെ തന്നെ തുറന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. മാത്രമല്ല 9:30യോടുകൂടി ഒരു സംഘം വ്യാപാരി വ്യവസായികൾ പ്രകടനവുമായി എത്തുകയും ചെയ്തു. ഒരു ബോധവൽക്കരണമാണ് തങ്ങൾ ഇത്തരമൊരു പ്രകടനം വഴി നടത്തുക എന്നാണ് അവരുടെ അവകാശവാദം. മാത്രമല്ല 2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കുകയും ചെയ്യുമെന്ന് വ്യാപാരി വ്യവസായികൾ അവകാശപ്പെടുന്നു. ഏതായാലും 100 കടകൾ തുറന്നുവെന്നാണ് ഇവരുടെ അവകാശവാദം. കൊച്ചിയെ സംബന്ധിച്ച് ഇത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ഒരു വ്യാപാര മേഖല എന്ന നിലയിൽ കൊച്ചിയിൽ നിരവധി കടകൾ എല്ലാ ഹർത്താൽ ദിനത്തിലും തുറക്കാറുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇത്തരമൊരു 100 കടകൾ എന്ന ഒരു എണ്ണം വ്യാപാരി വ്യവസായികൾ പറയുന്നത്. മാത്രമല്ല കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ പോലീസിൻ്റെ സഹായം ലഭിക്കുന്നില്ല എന്ന പരാതി കൂടി വ്യാപാരി വ്യവസായികൾ പറയുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൂട്ടത്തിൽ CPIM പ്രവർത്തകരും ഒപ്പം കോൺഗ്രസ്സുകാരും BJPക്കാരും നക്സലേറ്റുകാരും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ CPIM റെഡ് ഫ്ലാഗുകാരും ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും പിന്തുണ ഹർത്താലിന് കടകൾ തുറക്കുക എന്നുള്ളത് സംബന്ധിച്ചാണ്. പക്ഷേ ഇന്നത്തെ ഹർത്താലിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ കടകൾ തുറക്കാൻ വന്നപ്പോൾ തങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലെ സഹായവും കിട്ടിയില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി. ഒരു ദിവസം തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അതിഭീമമാണ്. ഒരു ഹർത്താൽ വരുത്തി വയ്ക്കുന്ന ദുരിതം മറ്റുള്ളവർക്ക് അറിയില്ല. വ്യാപാരികളെ സംബന്ധിച്ച് അവർ ഈ കടയിൽ നിന്ന് മാത്രമാണ് അവരുടെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഹർത്താൽ തങ്ങളുടെ ഒരു ദിവസത്തെ അന്നം മുട്ടിക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമരമുറയാണ് എന്നാണ് വ്യാപാരി വ്യവസായികളുടെ ഇപ്പോഴത്തെ നിലപാട്. രാവിലെ ഏതാണ്ട് 50നും 100നും ഇടയിലുള്ള പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ കൊടിയുമേന്തി കൊച്ചിയിൽ പ്രകടനം നടത്തി. കടകൾ തുറക്കാൻ സന്നദ്ധരായ വ്യാപാരികളെ സഹായിക്കുക എന്നതുകൂടി തങ്ങളുടെ ദൗത്യമാണ് എന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവർ പറയുന്നു. അവരെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ഇനി ഈ വർഷം, അതായത് 2019 എന്ന വർഷം തങ്ങൾക്ക് ഒരു തരത്തിലും ഹർത്താലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഹർത്താലിനെ ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശബരിമല നട തുലാമാസ പൂജകൾക്കായി തുറന്നതിന് ശേഷം ഇന്ന് വരെ ഏതാണ്ട് 6ഓളം ഹർത്താലുകൾ ചെറുതും വലുതുമായി നടന്നു കഴിഞ്ഞു. ഇത് തങ്ങളെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം. തങ്ങളുടെ ദൈനംദിന ജീവിതത്തിനുള്ള വരുമാനം കണ്ടെത്തുന്നതിന് അതിനെ തടസ്സപ്പെടുത്തുന്നതാണ് ഹർത്താലുകൾ. അതുകൊണ്ട് ആഹ്വാനം ചെയ്യുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അവരോട് രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് തങ്ങളുടെ നിലപാട് എന്നാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത്. ഇന്ന് കൊച്ചിയിൽ 100 കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും കോഴിക്കോട് അടക്കമുള്ള മിഠായിത്തെരുവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കടകൾ തുറക്കുമെന്ന് ഇന്നലെ തന്നെ വ്യാപാരി വ്യവസായികൾ പറഞ്ഞു. അതേപോലെ തന്നെ തിരുവനന്തപുരത്തും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായികളും ഒപ്പം തന്നെ വ്യാപാരി കൂട്ടായ്മയും അറിയിച്ചിരുന്നു. ഏതാണ്ട് 92ഓളം സംഘടനകളാണ് ഇത്തരത്തിൽ കടകൾ തുറക്കുമെന്നും ബസ്സുകൾ ഓടിക്കുമെന്നും പറഞ്ഞത്. പക്ഷേ അത് ഇന്ന് അത്ര പ്രായോഗികമായില്ല എന്ന് വേണം ഇതുവരെയുള്ള, അതായത് ഇപ്പോൾ 10 മണി വരെയുള്ള കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർത്താൽ ഒരു വിജയമായി, അല്ലെങ്കിൽ കടകൾ തുറക്കാൻ കഴിയുന്നില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപോ മറ്റോ കടകൾ തുറന്നെങ്കിൽ മാത്രമേ അതിന് എത്രത്തോളം സാങ്കത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതുവരെ കടകളൊന്നും തുറക്കുന്നില്ല. കൊച്ചിയിലെ പ്രധാനപ്പെട്ട മേഖലയിലടക്കം കടകൾ അടഞ്ഞു കിടക്കുകയാണ്. MG റോഡിലെ അടക്കം കടകൾ അടഞ്ഞു കിടക്കുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വ്യാപാരി വ്യവസായിയുടെ അവകാശവാദം എത്രത്തോളം സത്യത്തോട് പൊരുത്തപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ശേഷിക്കുകയാണ്.